ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽമയുടെ ഡാർക്ക് ബ്ലൂ കളറിലുള്ള പാക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് മാത്രമല്ല, മെയിനായിട്ട് കൂടുതൽ ക്രീം കണ്ടൻറ്റ് ഉണ്ടാവണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് പനീർ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പാലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്ര പാക്കറ്റ് പാൽ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇനി പാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ അത് തിളപ്പിക്കാൻ വെക്കുന്ന നേരത്ത് അത് മീഡിയം ഫ്ലെയിമിലേ ഇടുന്നുള്ളൂ. അപ്പോൾ പാൽ തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം, അടി പിടിച്ച് പോകരുത്. പിന്നെ അത് മാത്രമല്ല, പാട കെട്ടാനും പാടില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ പാല് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റ് പാലിന് ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിനൊന്നും പ്രത്യേകം കണക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ്, നമ്മൾ എത്ര പാൽ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നീരൊഴിക്കേണ്ടതിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ കുരുവൊന്നും പെടാതെ നീരെടുത്ത് വയ്ക്കുക. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനീഗറും യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കുറച്ചും കൂടി നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുക ചെറുനാരങ്ങ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. താഴെ പിടിച്ചു പോകാതിരിക്കാനും പിന്നെ പാട കെട്ടാനൊന്നും പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാൽ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി റെഡിയാക്കി വെക്കാനുണ്ട്. ചെറുനാരങ്ങ നീര് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. പിന്നെ നല്ലൊരു സോഫ്റ്റ് തുണി. അപ്പോൾ ആ തുണി പറഞ്ഞാൽ നമുക്ക് നല്ല കോട്ടൺ സാരിയുടെ തുണിയോ അല്ലെങ്കിൽ നല്ലൊരു ഡബിൾ മുണ്ടിൻ്റെ ഒരു ചെറിയ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള നല്ലൊരു തുണി. ശരിക്കും പറയുക ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യണം തുണി എടുക്കുക. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് മാത്രം. പിന്നെ വേണ്ടത് നല്ലൊരു സ്ട്രെയിനർ, നല്ലൊരു അരിപ്പ് എടുക്കുക, പിന്നെ ഒരു പാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാലടുപ്പത്തേക്ക് വെക്കുക. കാരണം പാൽ അടി പിടിച്ച് പോകാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പാലടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ മുഴുവൻ പാലിൽ തന്നെ വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പാല് തിളച്ച് പോയി കഴിഞ്ഞാൽ മുഴുവൻ പാലും വേസ്റ്റായി പോവും. പിന്നെ നമ്മൾ ഇത്രയും നേരം ചെയ്ത പണികൾ മുഴുവനും വെറുതെ ആയി പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീര് ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്യുക. എത്ര എമൗണ്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. പാല് മുഴുവനായിട്ടും പിരിഞ്ഞ് വരുന്നത് വരെ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് സാവധാനം ഇളക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനീർ സെറ്റായിട്ട് വരുന്ന സമയത്ത് അത് മുഴുവനായിട്ടും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പനീറായിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ലോലി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 7-8 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. കാരണം ഇതിപ്പോൾ നല്ല ചൂടിലിരിക്കുന്ന ഒരു ലോഷനിലാണ് നമ്മുടെ ഈ പനീർ ഇരിക്കുന്നത്. അപ്പോൾ അത് ഫേർദറായിട്ട് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിരിക്കുന്നത്. ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ പനീർ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ ആ ബൗളിൽ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട്, ഈ പനീർ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം. അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേഗം ഈ പനീറിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പനീറിനെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം ക്ലോത്ത് എടുത്തു, നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുത്തു. അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് നനച്ചിട്ടാണെന്ന് വെക്കുന്നത്. അപ്പോൾ ഈ നനവിൽ ഇനി നമുക്കതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ചുറ്റി ഒരു കിഴി പോലെ, ഒരു പൊതി പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഞാനിനി അതിനെ ചെയ്യുന്നത് ഒരു സ്ട്രെയിനർ പോലത്തെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിലുള്ള എക്സസ് വാട്ടറൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്കൊരു വെയിറ്റും കൂടി വെക്കാം. അപ്പോൾ ഓവറായിട്ടുള്ള വെയിറ്റ് വെക്കരുത്, കാരണം നമ്മുടെ പനീർ വല്ലാതെ ഹാർഡായി പോവും. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുകയാണ്. അതായത് നമ്മൾ എത്ര പാലെടുത്തോ അത്രയും സെയിം എമൗണ്ട് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് സെറ്റാവാൻ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പനീർ സ്ട്രെയിൻ ചെയ്തെടുത്ത വെള്ളം, അപ്പോൾ ഈ വെള്ളം ഭയങ്കര പ്രോട്ടീൻ ഉള്ളതാണ്. പനീർ ഭയങ്കര പ്രോട്ടീനാണെന്ന് അറിയാലോ. അപ്പോൾ ഈ വെള്ളം റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേവിക്കാൻ എടുക്കാം. പിന്നെ അത് മാത്രമല്ല, ചപ്പാത്തി പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോഴും ഈ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.
അപ്പോൾ ഇതാ നമ്മുടെ പനീർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷം. അപ്പോൾ എന്താ നോക്കി നോക്കൂ, ഒരു പാക്കറ്റ് പാലെടുത്തപ്പോൾ എനിക്ക് ഇത്ര പനീറേ കിട്ടിയിട്ടുള്ളൂ. അതായത് വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ചിട്ട് അതിന് എത്ര കിട്ടണമെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് നമുക്കത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇതിപ്പോൾ ഒരു മാസം വരെയും ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേടൊന്നും വരില്ല. അപ്പോൾ ഈ പനീറിനെ ഇങ്ങനെ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 1/2 മണിക്കൂർ മുന്നേ അതെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല വളരെ സിമ്പിളാണ്, ഭയങ്കര പ്രോട്ടീനായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കുക. ഇത് പനീർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനീർ ബുർജി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇത് ചെയ്തിരുന്നു. അന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലുണ്ടാക്കിയ പനീറാണെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. താങ്ക്